ഇൻ്റഗ്രേഷൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇൻ്റഗ്രേഷൻ ബൈ ദ മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റഗ്രൽസിൻ്റെ എല്ലാ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ, അതായത് നമ്മൾ ഡിഫറൻഷ്യേഷൻ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് എന്ന നിലയിലാണ് നമ്മൾ ഇൻ്റഗ്രേഷനെ പരിചയപ്പെട്ടത്. അതുപയോഗിച്ചുകൊണ്ട് ഡിഫറൻഷ്യേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ് സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തിരിച്ചുള്ള റിസൾട്ടുകൾ എന്ന നിലയിൽ കുറേ ഇൻ്റഗ്രൽസിൻ്റെ റിസൾട്ടുകൾ പഠിച്ചു. അതോടൊപ്പം ഒന്ന് രണ്ട് തിയറങ്ങളും പഠിക്കുകയും കുറച്ച് പ്രോബ്ലങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്തു. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചുള്ള ഇൻ്റഗ്രേഷനാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം, ഡിഫറൻഷ്യൽസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് അതിലേക്ക് പോകാം. നമ്മൾ ഡെറിവേറ്റീവ്സിൻ്റെ റിസൾട്ട് പഠിച്ചിരുന്നു, ഡെഫിനിഷൻ പഠിച്ചിരുന്നു. റിസൾട്ട് അല്ല, ഡെഫിനിഷൻ. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, രണ്ട് രീതിയിൽ നമ്മൾ ഡെറിവേറ്റീവിൻ്റെ റിസൾട്ട് പരിചയപ്പെട്ടിരുന്നു. അതിൽ ആ സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ അവതരിപ്പിച്ച ഒരു രീതി ഇങ്ങനെയായിരുന്നു. y ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂ എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എക്സിനൊരു സ്മോൾ ചേഞ്ച് വരുത്തുന്നു, ഡെൽറ്റ എക്സ്. എക്സിൽ ചേഞ്ച് വന്നു എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയി മാറി. അങ്ങനെ മാറിയാൽ വൈയിലും ചേഞ്ച് വരും. എക്സിലൊരു ചേഞ്ച് വന്നപ്പോൾ തീർച്ചയായും വൈയിലും ചേഞ്ച് വരും. അത് ഡെൽറ്റ വൈ എന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയി മാറി. അപ്പോൾ വൈ പ്ലസ് ഡെൽറ്റ വൈ ആയി മാറുന്നു. അപ്പോൾ y ഈക്വൽ ടു എഫ് എക്സ് എന്നുള്ളത് y പ്ലസ് ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്നാകുന്നു. എന്നിട്ട് നമ്മളവിടെ പഠിച്ചത് dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഏത് വാല്യൂവിനോടാണോ അടുക്കുന്നത് ആ വാല്യൂവിനെയാണ് നമ്മൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ dy ബൈ ഡി എക്സ് എന്ന് ഡിഫൈൻ ചെയ്തത്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ പുതിയ കൺസെപ്റ്റ് പരിചയപ്പെടുകയാണ്. ഡിഫറൻഷ്യൽ ഓഫ് എക്സ്, ഡി എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഡിഫറൻഷ്യൽ ഓഫ് എക്സ് ഡി എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അത് ഡിഫൈൻ ചെയ്യുന്നത് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു, എക്സിലുണ്ടായ സ്മോൾ ചേഞ്ച് ആണ് ഡെൽറ്റ എക്സ്. ആ ഡെൽറ്റ എക്സിനെ തന്നെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്, ഡി എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇനി വൈ ഇസ് ഈക്വൽ ടു എഫ് എക്സ് ആണല്ലോ. ഡിഫറൻഷ്യൽ ഓഫ് വൈ, ഡിഫറൻഷ്യൽ ഓഫ് വൈ അതിനെ ഡി വൈ എന്ന് ഡിനോട്ട് ചെയ്യുക. ഡി വൈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡി വൈ ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് ഡി എക്സ്. എഫ് ഡാഷ് എക്സ് മീൻസ് എഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, എഫ് ഡാഷ് എക്സ് ഡി എക്സ്. വൈ എഫ് എക്സ് ആണല്ലോ. അപ്പോൾ വൈയുടെ ഡിഫറൻഷ്യൽ അതാണ് ഡി വൈ. ഡി വൈ എന്ന് പറഞ്ഞാൽ എഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് മീൻസ് എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇങ്ങനെയാണ് ഓർക്കേണ്ടത്. വൈ ഈക്വൽ ടു എഫ് എക്സ് ആണ്. ദെൻ വൈയുടെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്നാണ് ഡിഫറൻഷ്യൽ ഓഫ് വൈയെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ വൈ ഈക്വൽ ടു സൈൻ എക്സ്. ദെൻ ഡി വൈ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഓഫ് വൈ ഡി വൈ എന്ന് പറഞ്ഞാൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് കോസ് എക്സ് ആണ്, കോസ് എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ എളുപ്പമാണ്, ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഡെറിവേറ്റീവ് എടുത്ത് ഇൻറ്റു ഡി എക്സ് എന്ന് കൂടി എഴുതിയാൽ മതി. ഇപ്പോൾ വൈ ഈക്വൽ ടു എക്സ് റൈസ് ടു 5. ദെൻ വാട്ട് ഇസ് ഡി വൈ? എക്സ് റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് 5x റൈസ് ടു 4 ആണ്. അപ്പോൾ ഡി വൈ ഇസ് ഈക്വൽ ടു 5x റൈസ് ടു 4 ഇൻറ്റു ഡി എക്സ്. വൈ ഈക്വൽ ടു ലോഗ് എക്സ്. ദെൻ വാട്ട് ഇസ് ഡി വൈ? ഡിഫറൻഷ്യൽ ഓഫ് വൈ ഡി വൈ ഇസ് ഈക്വൽ ടു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് 1/x ആണ്, 1/x ഇൻറ്റു ഡി എക്സ്. അപ്പോൾ വളരെ എളുപ്പമാണ്. ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതിയാൽ മതി. ഇതാണ് ഡിഫറൻഷ്യൽ. നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ ദ മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കാനായിട്ട് ആ ഡിഫറൻഷ്യലിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ആവശ്യമുണ്ട്. ഇനി നമ്മൾ എന്താണ് ഇൻ്റഗ്രേഷൻ ബൈ ദ മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അത് പഠിക്കാം. അതിന് ഒരു ക്വസ്റ്റ്യൻ എഴുതുകയാണ്. ഇൻ്റഗ്രേറ്റ് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടെ. എക്സ് റൈസ് ടു 4 ഇൻറ്റു കോസ് എക്സ് റൈസ് ടു 5. ഇതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു 4 ഇൻറ്റു കോസ് എക്സ് റൈസ് ടു 5 ഡി എക്സ് എന്ന് എഴുതുക. ഏത് ഫംഗ്ഷനും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ എഴുതുമ്പോൾ ഡി എക്സ് കൂടി എഴുതാൻ മറക്കരുത്. അത് സിമ്പിളാണ്. ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ്. ഇൻ്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു 4 ഇൻറ്റു കോസ് എക്സ് റൈസ് ടു 5 ഡി എക്സ്. അതിനൊന്ന് തിരിച്ചെഴുതുകയാണ്. ഇൻ്റഗ്രൽ കോസ് എക്സ് റൈസ് ടു 5 ഇൻറ്റു എക്സ് റൈസ് ടു 4 ഡി എക്സ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ചെയ്യാൻ പോണത്
ഈ എക്സ് റേസ്ഡ് ടു 5 പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. അത് എന്തുകൊണ്ട് എന്നുള്ളത് അടുത്ത സ്റ്റെപ്പുകൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ടെക്നിക്ക് എന്നും മനസ്സിലാവും. എക്സ് റേസ്ഡ് ടു 5 ഈസ് ഈക്വൽ ടു യു, അല്ലെങ്കിൽ യു ഈസ് ഈക്വൽ ടു എക്സ് റേസ്ഡ് ടു 5. ദെൻ വാട്ട് ഈസ് ഡിഫറൻഷ്യൽ ഓഫ് യു? ഡി യു എങ്ങനെ എടുക്കുന്നത്? ഡി യു എടുക്കുന്നത് എക്സ് റേസ്ഡ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡി എക്സ് എന്നാണ്. നമ്മൾ നേരത്തെ ഡി വൈ എടുത്ത കണക്ക് y ഇവിടെ എടുത്തില്ലേ, y ഈക്വൽ ടു എക്സ് റൈസ് ടു 5. ദെൻ ഡി വൈ എടുത്ത് എങ്ങനെ എക്സ് റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് 5x റൈസ് ടു 4 ഇൻറ്റു ഡി എക്സ്. ആ വൈക്ക് വരെ യു വന്നല്ലേ ഉള്ളൂ. അപ്പോൾ എക്സ് റൈസ് ടു 5 ഈക്വൽ ടു യു ആണെങ്കിൽ ഡി യു എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 5x റൈസ് ടു 4 ഇൻറ്റു ഡി എക്സ്. 5x റൈസ് ടു 4 ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി യു. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ എക്സ് റൈസ് ടു 4 ഡി എക്സ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ 5നെ ഡിവൈഡ് ചെയ്താൽ മതിയാകും. എക്സ് റൈസ് ടു 4 ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി യു ബൈ 5. അപ്പോൾ അങ്ങനെ ഈ ഇതെടുത്ത് നമുക്ക് ഇൻ്റഗ്രലിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എക്സ് റൈസ് ടു 4 ഡി എക്സിന് പകരം ഡി യു ബൈ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതെന്താവും? ഇൻ്റഗ്രൽ കോസ് എക്സ് റൈസ് ടു 5ന് വരെ യു ആണ്. അപ്പോൾ കോസ് യു എക്സ് റൈസ് ടു 4 ഡി എക്സിന് വരെ ഡി യു ബൈ 5. ഇൻ്റഗ്രൽ കോസ് യു ഡി യു ബൈ 5. അവിടെ 1/5 ഇനി പുറത്തെടുക്കാം. കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ വന്നാൽ ഇൻ്റഗ്രൽ എഴുതുന്നത് കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്നാണ്. അപ്പോൾ ആ കോൺസ്റ്റന്റ് പുറത്തെടുക്കാം. അപ്പോൾ 1/5 ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് യു ഡി യു എന്നായി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? എക്സ് റൈസ് ടു 5ന് യു എന്ന് കൊടുത്തതിന് ശേഷം എന്താ ചെയ്തത്? ഡിഫറൻഷ്യൽ എടുത്തു. ഡിഫറൻഷ്യൽ എടുത്തപ്പോൾ ഡി യു ഇസ് ഈക്വൽ ടു 5x റൈസ് ടു 4 ഡി എക്സ് എന്ന് കിട്ടി. 5നെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എക്സ് റൈസ് ടു 4 ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ 5. ഈ ഇൻ്റഗ്രലിനകത്ത് എക്സ് റൈസ് ടു 4 ഡി എക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതിനു ശേഷം ഡിഫറൻഷ്യൽ എടുത്തപ്പോൾ ഈ ഇൻ്റഗ്രലിനകത്തുണ്ടായിരുന്ന എക്സ് റൈസ് ടു 4 ഡി എക്സ് എന്ന എക്സ്പ്രഷൻ വന്നു. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് എക്സ് റൈസ് ടു 5ന് യു എന്ന് കൊടുത്തത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ ഒരിടത്ത് ഒരു എക്സ് റൈസ് ടു 7 ഡി എക്സ് എന്നാണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? എക്സ് റൈസ് ടു 8ന് യു എന്ന് കൊടുക്കും. കാരണം എക്സ് റൈസ് ടു 8ന് യു എന്ന് കൊടുത്താൽ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ 8x റൈസ് ടു 7 ഡി എക്സ് എന്ന് വരും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, എന്നിട്ട് ഡിഫറൻഷ്യൽ എടുക്കുന്നു. എക്സ് റൈസ് ടു 5ന് യു എന്ന് കൊടുത്തു, ഡിഫറൻഷ്യൽ എടുത്തപ്പോൾ 5x റൈസ് ടു 4 ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു. ഇവിടെ എക്സ് റൈസ് ടു 4 ഡി എക്സ് എന്ന എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ ഇൻ്റഗ്രലിലേക്ക് നോക്കണം, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ ഈ ഇൻ്റഗ്രലിനോടൊപ്പമുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടണം. അങ്ങനെ കിട്ടുന്നതിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ കിട്ടും എന്ന് നോക്കിയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ്സ് അറിയണം. ഡെറിവേറ്റീവ്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, ഇങ്ങനെ കിട്ടി. ദെൻ കോൺസ്റ്റന്റ് പുറത്തെടുത്തു, 1/5 ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് യു ഡി യു. ഇൻ്റഗ്രൽ ഓഫ് കോസ് യു നമ്മൾ പഠിച്ചതാണ് സൈൻ യു എന്ന്. അപ്പോൾ 1/5 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് കോസ് യു സൈൻ യു ആണ്. 1/5 സൈൻ യു പ്ലസ് സി. ആ യുവിന് പേര് എക്സ് റൈസ് ടു 5 കൊടുക്കാം. അപ്പോൾ 1/5 ഇൻറ്റു സൈൻ എക്സ് റൈസ് ടു 5 പ്ലസ് സി എന്ന് കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ, എക്സ് ക്യൂബ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് റൈസ് ടു 8. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് റൈസ് ടു 8 ഡി എക്സ് എന്നെഴുതാം. എപ്പോഴും ഇൻ്റഗ്രൽ എഴുതി കഴിഞ്ഞാൽ ഡി എക്സ് കൂടി എഴുതണം. ഇനി നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് ശ്രദ്ധിക്കുക. എക്സ് ക്യൂബ് ഡി എക്സ് ആണ് കിടക്കുന്നത്, എക്സ് ക്യൂബ് ഡി എക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് ഒന്ന് നോക്കുക. നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, എന്നിട്ട് ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് വരണം. എക്സ് ക്യൂബ് തന്നെ വരണമെന്നില്ല, അതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് കൂടി ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, കാരണം അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലാണ് ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ എക്സ് ക്യൂബ് ഡി എക്സ് വരിക എന്ന് നോക്കാം. അവിടെ നമുക്കറിയാലോ എക്സ് റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് 4x ക്യൂബ് ആണെന്ന് അറിയാലോ. അപ്പോൾ എക്സ് റൈസ് ടു 4ന് യു എന്ന് കൊടുത്താൽ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ 4x ക്യൂബ് ഡി എക്സ് എന്ന് വരും. 4x ക്യൂബ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു. അപ്പോൾ എക്സ് ക്യൂബ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ 4 എന്നാവും അല്ലേ. എക്സ് റൈസ് ടു 4ന് യു എന്ന് കൊടുക്കുന്നു, ഡിഫറൻഷ്യൽ എടുക്കുന്നു, യുവിൻ്റെ ഡിഫറൻഷ്യൽ ഡി യു എന്ന് പറയുമ്പോൾ അത് ഈക്വൽ ടു എന്താണ്? എക്സ് റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് 4x ക്യൂബ് ഇൻറ്റു ഡി എക്സ് എന്ന് വരും. ദെൻ ഈ 4നെ ഡിവൈഡ് ചെയ്താൽ എക്സ് ക്യൂബ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ 4. ഇവിടെ എക്സ് ക്യൂബ് ഡി എക്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓർക്കേണ്ട രീതി. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ ഈ എക്സ്പ്രഷൻ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രശ്നം, നമുക്ക് എക്സ് ക്യൂബ് ഡി എക്സിന് ഡി യു ബൈ 4 കൊടുക്കാം, പക്ഷേ ഇവിടെ ഒരു എക്സ് റൈസ് ടു 8 അല്ലേ കിടക്കുന്നത്, അതിനെ എന്ത് ചെയ്യും? അവിടെയാണ് ഓർക്കേണ്ടത്. എക്സ് റൈസ് ടു 8ന് നമുക്ക് എക്സ് റൈസ് ടു 4 ദ ഹോൾ റൈസ് ടു 2 എന്ന് എഴുതാമല്ലോ.
എക്സ് റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് വന്നാൽ എക്സ് റൈസ് ടു എം ഇൻറ്റു എൻ. അപ്പോൾ എക്സ് റൈസ് ടു 4 ദ ഹോൾ റൈസ് ടു 2 എന്ന് എഴുതിയാൽ എക്സ് റൈസ് ടു 4 ഇൻറ്റു 2 അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതിയാലുള്ള ഗുണം ഈ എക്സ് റൈസ് ടു 4 വരെ യു എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇങ്ങനെ മാറ്റുന്നു അതിനെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ഡി എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് റൈസ് ടു 8 എന്നുള്ളതിന് എക്സ് റൈസ് ടു 4 ദ ഹോൾ റൈസ് ടു 2 എന്ന് എഴുതുന്നു. എന്നിട്ട് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ് സൈഡിലേക്ക് മാറ്റി കാണിച്ചാൽ മതി. എഴുതുന്നതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് മാറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കണം. എക്സ് റൈസ് ടു 4 യു എന്ന് കൊടുത്തു, ഡിഫറൻഷ്യൽ എടുത്ത് 4 എക്സ് ക്യൂബ് ഡി എക്സ് ഡി യു കിട്ടി. എക്സ് ക്യൂബ് ഡി എക്സ് ഡി യു ബൈ 4 അതെടുത്ത് ഇവിടെ കൊടുക്കുകയാണ്. എക്സ് ക്യൂബ് ഡി എക്സ് വരെ ഡി യു ബൈ 4 എന്ന് കൊടുത്തു, ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഇവിടെ എക്സ് റൈസ് ടു 4 യു എന്ന് കൊടുത്തു. അപ്പോൾ യു സ്ക്വയർ എന്നാവും. നേരത്തെ പോലെ ഇൻ്റഗ്രൽ ഓഫ് കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ വന്നാൽ കോൺസ്റ്റന്റ് പുറത്തെടുക്കാം. 1/4 പുറത്തെടുക്കാം. 1/4 പുറത്തെടുത്തിട്ട് ഇൻ്റഗ്രൽ ഡി യു ബൈ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ. ഇത് ഡി യു ബൈ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ 1/റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ഡി യു ആണ്. ഇൻ്റഗ്രൽ 1/റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1/റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ഡി യു സൈൻ ഇൻവേഴ്സ് യു ആണ്. അപ്പോൾ 1/4 സൈൻ ഇൻവേഴ്സ് യു പ്ലസ് സി കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അത് മറന്നു പോകരുത്, ഏത് ഫംഗ്ഷൻ്റെയും ഇൻ്റഗ്രൽ എഴുതുമ്പോൾ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി കൂടെ ആഡ് ചെയ്തോളാം. 1/4 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് യു പ്ലസ് സി, ദാറ്റ് ഈസ് 1/4 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് യു എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 4 ആണ് പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻ എക്സ് റൈസ് ടു 4 ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 10. ഇപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു 4 ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 10 ഡി എക്സ്, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു 4 ബൈ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എക്സ് റൈസ് ടു 4 ഡി എക്സ് എന്ന എക്സ് റൈസ് ടു 4 ഡി എക്സ് വരണമെങ്കിൽ എക്സ് റൈസ് ടു 5ന് യു എന്ന് കൊടുത്താൽ പുട്ട് എക്സ് റൈസ് ടു 5 ഈക്വൽ ടു യു. അപ്പോൾ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ എക്സ് റൈസ് ടു 5ന്റെ ഡെറിവേറ്റീവ് ആണ് 5 എക്സ് റൈസ് ടു 4. 5 എക്സ് റൈസ് ടു 4 ഡി എക്സ് ഈക്വൽ ടു ഡി യു എന്ന് കിട്ടും. ഈ 5നെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എക്സ് റൈസ് ടു 4 ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ 5 എന്നാവും. അപ്പോൾ ഇതെന്താവും, ഇൻ്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു 4 ഡി എക്സ് അതിനെ ഡി യു ബൈ 5 എന്ന് എഴുതാം ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 10 യു എന്നാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ 1 പ്ലസ് യു സ്ക്വയർ എന്നാവും. ഇൻ്റഗ്രൽ ഡി യു ബൈ 5 ബൈ 1 പ്ലസ് യു സ്ക്വയർ. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ വന്നാൽ കോൺസ്റ്റന്റ് പുറത്തെടുക്കാം. അപ്പോൾ 1/5 പുറത്തെടുക്കുന്നു. 1/5 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി യു ബൈ 1 പ്ലസ് യു സ്ക്വയർ. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ 1/1 പ്ലസ് യു സ്ക്വയർ ഡി യു. ഇൻ്റഗ്രൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1/1 പ്ലസ് യു സ്ക്വയർ ഡി യു അത് ടാൻ ഇൻവേഴ്സ് യു ആണ്. അപ്പോൾ 1/5 ടാൻ ഇൻവേഴ്സ് യു പ്ലസ് സി എന്ന് കിട്ടുന്നു. യുവിന് പകരം നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ അത് തിരിച്ചു കൊടുക്കുക. എക്സ് റൈസ് ടു 5 ആണ് യു എന്ന് കൊടുത്തത്. അപ്പോൾ 1/5 ടാൻ ഇൻവേഴ്സ് എക്സ് റൈസ് ടു 5 പ്ലസ് സി. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ചെയ്ത രീതി നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ ഈ ഇവിടെ ഉള്ള എക്സ് ഡി എക്സിനോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ആ എക്സ്പ്രഷൻ വരണം. അത് എന്ത് കൊടുത്താൽ വരുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. നാലാമത്തെ ക്വസ്റ്റ്യൻ സൈൻ റൈസ് ടു 7 എക്സ് ഇൻറ്റു കോസ് എക്സ്. സൈൻ റൈസ് ടു 7 എക്സ് മീൻസ് സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു 7 അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ റൈസ് ടു 7 എക്സ് കോസ് എക്സ് ഡി എക്സ് എന്തായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ? ഇവിടെ കോസ് എക്സ് ഡി എക്സ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, അതിനുശേഷം ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ കോസ് എക്സ് ഡി എക്സ് എന്ന് വരണം. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ കോസ് എക്സ് ഏതിൻ്റെ ഡെറിവേറ്റീവാണ് എന്ന് ആലോചിച്ച് നോക്കുക. കോസ് എക്സ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവാണ്. അപ്പോൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലാണ് ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ കോസ് എക്സ് ഡി എക്സ് വരിക? സൈൻ എക്സിന് യു എന്ന് കൊടുത്താൽ മതി. സൈൻ എക്സിന് യു എന്ന് കൊടുത്താൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണല്ലോ. അപ്പോൾ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ കോസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി യു എന്ന് കിട്ടും അല്ലേ? കോസ് എക്സ് ഡി എക്സിന് വരെ ഡി യു എന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. പുട്ട് സൈൻ എക്സ് ഈക്വൽ ടു യു then cos x dx is equal to du. അപ്പോൾ ഇവിടെ കൊടുക്കാം sin raised to 7x എന്നാ. that means sin x the whole raised to 7. sin x ന് u ആണല്ലോ. അപ്പോൾ u raised to 7 എന്നാവും. cos x dx ന് പകരം du എന്നാവും. അപ്പോൾ ഇന്റഗ്രൽ u raised to 7 du. ഇന്റഗ്രൽ ഓഫ് x raised to n നമ്മൾ പഠിച്ചതാണ് x raised to n plus 1 by n plus 1 എന്ന്. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് u raised to 7 എന്ന് പറയുന്നത് u raised to 7 plus 1 by 7 plus 1 that is u raised to 8 by 8 പ്ലസ് സി. ദെൻ യുവിന് വരെ സൈൻ എക്സ് കൊടുക്കുന്നു. അപ്പോൾ സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു 8 അല്ലെങ്കിൽ സൈൻ റൈസ് ടു 8x ബൈ 8 പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻ കോട്ട് റൈസ് ടു 9x ഇൻറ്റു കൊസിക് സ്ക്വയർ എക്സ്. ഇൻ്റഗ്രൽ ഓഫ് കോട്ട് റൈസ് ടു 9x ഇൻറ്റു കൊസിക് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇവിടെയും ഓർക്കേണ്ടത്
നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വരണം. കൊസീക് സ്ക്വയർ എക്സ് ഏതിൻ്റെയെങ്കിലും ഡെറിവേറ്റീവ് ആണോ, അതാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവാണ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. അത് മതി, മൈനസ് കൊസീക് സ്ക്വയർ എക്സ് വന്നാലും മതി, നമുക്ക് ആ മൈനസ് പുറത്തോട്ട് മാറ്റാം. അപ്പോൾ അതുകൊണ്ട് കോട്ടെക്സ് ഇസിക്കൽ ടു യു എന്ന് കൊടുക്കും. അപ്പോൾ കോട്ടെക്സ് ഇസിക്കൽ ടു യു. ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു. ദെൻ മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് ആണ് ഡി യു. അപ്പോൾ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് ഡി യു എന്നാവും. അപ്പോൾ നമുക്കത് കൊടുക്കാം. കോട്ടെക്സിനാണ് യു എന്ന് കൊടുത്തത്. അപ്പോൾ കോട്ട് റൈസ് ടു 9 ആകുമ്പോൾ കോട്ടെക്സ് ദ ഹോൾ റൈസ് ടു 9 എന്നാണ്, അത് യു റൈസ് ടു 9 എന്നാവും. കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഡി യു ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ യു റൈസ് ടു 9 ഇൻറ്റു മൈനസ് ഡി യു. ഇൻറ്റു മൈനസ് മീൻ ഇൻറ്റു -1 എന്നാണ്. ആ മൈനസ് ഇൻ്റഗ്രൽസ് അതിന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ മൈനസ് ഇൻ്റഗ്രൽ യു റൈസ് ടു 9 ഡി യു. ഇൻ്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു എൻ, എക്സ് റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് യു റൈസ് ടു 9 എന്ന് പറയുന്നത് യു റൈസ് ടു 9 പ്ലസ് 1 ബൈ 9 പ്ലസ് 1 ആണ്. ദാറ്റ് മീൻസ് യു റൈസ് ടു 10 ബൈ 10 ആണ്. അപ്പോൾ മൈനസ് യു റൈസ് ടു 10 ബൈ 10. യുവിന് വരെ കോട്ടെക്സ് ആണ്. അപ്പം മൈനസ് കോട്ട് റൈസ് ടു 10x ബൈ 10 പ്ലസ് സി. ഇതുപോലെ ഈ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാം. കോസ് റൈസ് ടു 8x സൈൻ എക്സ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണെന്ന് ഓർത്താൽ മതി. അപ്പോൾ കോസ് എക്സ് ഇസ് ഈക്വൽ ടു യു എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഈ 6th ക്വസ്റ്റ്യൻ ചെയ്യാം. അതുപോലെ 7ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ടാൻ റൈസ് ടു 4x ഇൻറ്റു 6 സ്ക്വയർ എക്സ് ആണ്. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു യു എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ആ ക്വസ്റ്റ്യനും ചെയ്യാം. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യാം. ഇവിടെ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവാണ് 6 സ്ക്വയർ എക്സ്. അപ്പോൾ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ടി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ കൊസീക് റൈസ് ടു 7x ഇൻറ്റു കോട്ടെക്സ്. ഇൻ്റഗ്രൽ കൊസീക് റൈസ് ടു 7x ഇൻറ്റു കോട്ടെക്സ് ഡി എക്സ്. അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, കോട്ടെക്സ് ഡി എക്സ് ആണ് കിടക്കുന്നത്. കോട്ടെക്സ് ഒന്നിൻ്റെയും ഡെറിവേറ്റീവായി വരില്ല. നമുക്ക് അറിയാവുന്ന സ്റ്റാൻഡേർഡ് ഫംഗ്ഷനുകളുടെ ഒന്നും ഡെറിവേറ്റീവായി കോട്ടെക്സ് വരുന്നില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, നമുക്കൊന്ന് ആലോചിക്കാം. അവിടെ കൊസീക് എക്സും കാണുന്നുണ്ടല്ലേ. കൊസീക് റൈസ് ടു 7x എന്ന് പറഞ്ഞാൽ കൊസീക് എക്സ് ദ ഹോൾ റൈസ് ടു 7 എന്നാണല്ലോ. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ കൊസീക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് ചിന്തിച്ചേ. കൊസീക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് എക്സ് കോട്ടെക്സാ. അപ്പോൾ നമ്മൾ കൊസീക് എക്സിന് യു എന്ന് കൊടുത്താൽ, കൊസീക് എക്സിന് യു എന്ന് കൊടുക്കുകയാണെങ്കിൽ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ കൊസീക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് എക്സ് കോട്ടെക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ വരും മൈനസ് കൊസീക് എക്സ് കോട്ടെക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു എന്ന് വരും. അങ്ങനെയാണെങ്കിൽ കൊസീക് എക്സ് കോട്ടെക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു എന്നല്ലേ വരിക അല്ലേ. കൊസീക് എക്സ് കോട്ടെക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി. കൊസീക് എക്സിന് യു എന്ന് കൊടുത്തു, ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ മൈനസ് കൊസീക് എക്സ് കോട്ടെക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു. അപ്പോൾ കൊസീക് എക്സ് കോട്ടെക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ കൊസീക് റൈസ് കോട്ടെക്സ് എന്നുണ്ടോ? കൊസീക് റൈസ് ടു 7x ഇൻറ്റു കോട്ടെക്സ് എന്നല്ലേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യും? അവിടെ ചെയ്യുന്നത് ഈ കൊസീക് റൈസ് ടു 7xനെ നമ്മൾ കൊസീക് റൈസ് ടു 6x ഇൻറ്റു കൊസീക് എക്സ് എന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യാം അല്ലേ. എക്സ് റൈസ് ടു 7 എന്ന് വന്നാൽ എക്സ് റൈസ് ടു 6 ഇൻറ്റു എക്സ് എന്ന് എഴുതിക്കൂടെ. അതുപോലെ കൊസീക് റൈസ് ടു 7xനെ കൊസീക് റൈസ് ടു 6x ഇൻറ്റു കൊസീക് എക്സ് എന്ന് എഴുതാം. അങ്ങനെ എഴുതിയുള്ള ഗുണം എന്താ? അങ്ങനെ എഴുതുമ്പോൾ ദാ കൊസീക് എക്സ് കോട്ടെക്സ് ഡി എക്സ് വന്നിരിക്കുന്നു. ഈ കൊസീക് എക്സ് കോട്ടെക്സ് ഡി എക്സിന് പകരം മൈനസ് ഡി യു നമുക്ക് കൊടുക്കാൻ പറ്റും. കൊസീക് റൈസ് ടു 6നെ കൊസീക് എക്സ് യു ആയതുകൊണ്ട് കൊസീക് റൈസ് ടു 6നെ നമുക്ക് യു റൈസ് ടു 6 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇൻ്റഗ്രൽ യു റൈസ് ടു 6 എന്നായി ഇൻറ്റു ഇതെന്തായി കൊസീക് എക്സ് കോട്ടെക്സ് എന്തായി മൈനസ് ഡി യു ആയി. നേരത്തെ പോലെ തന്നെ മൈനസ് ഡി യു മീൻസ് -1 ഇൻറ്റു ഡി യു എന്നാണ്. കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ വന്നാൽ കോൺസ്റ്റന്റ് പുറത്തെടുക്കാം, മൈനസ് ഇൻറ്റു പുറത്തെടുക്കാം. മൈനസ് ഇൻ്റഗ്രൽ യു റൈസ് ടു 6 ഡി യു മൈനസ് ഇൻ്റഗ്രൽ ഓഫ് യു റൈസ് ടു 6 u raised to 6 plus 1 by 6 plus 1, that is u raised to 7 by 7 plus c. u cosec x അല്ലേ. അപ്പം മൈനസ് കൊസീക് റൈസ് ടു 7x ബൈ 7 പ്ലസ് സി എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ചെയ്ത ആ ഒരു രീതി ആലോചിക്കുക. ഇവിടെ കൊസീക് റൈസ് ടു 7നെ കൊസീക് റൈസ് ടു 6 ഇൻറ്റു കൊസീക് എന്ന് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ കൊസീക് എക്സ് കോട്ടെക്സ് വന്നു, കൊസീക് എക്സ് കോട്ടെക്സ് ഡി എക്സ് വന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് കൊസീക് എക്സ് കോട്ടെക്സ് എന്തിൻ്റെ ഡെറിവേറ്റീവായി വരും? കൊസീക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് കൊസീക് എക്സ് കോട്ടെക്സ് ആണ് കിട്ടുക. അത് മതി, കാരണം ഈ മൈനസ് പുറത്തോട്ട് മാറ്റിയിട്ട് കൊസീക് എക്സ് കോട്ടെക്സ് ഡി എക്സ് ഇസിക്കൽ ടു മൈനസ് ഡി യു എന്ന് എഴുതാൻ പറ്റും. ഈ രീതിയിലാണ് നമ്മൾ ഇത് ചിന്തിക്കേണ്ടത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിക്കുക, ഹോംവർക്കായിട്ട് ചെയ്യുക നമുക്ക്. സീക്ക് റൈസ് ടു 8x ഇൻറ്റു ടാൻ എക്സ്. ഇപ്പോൾ ചെയ്ത അതേ പരിപാടിയാണ്. ഈ സീക്ക് റൈസ് ടു 8ന് സീക്ക് റൈസ് ടു 7x ഇൻറ്റു സീക്ക് എക്സ് എന്ന് എഴുതും.
അപ്പോൾ നമുക്ക് sec x tan x വരും. sec x tan x എന്ന് പറയുന്നത് sec xന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ sec x = u എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇതിൽ സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഓർക്കുക. sec raised to 7x into sec x എന്ന് സ്പ്ലിറ്റ് ചെയ്താണ് ഇത് ചെയ്യണത്. അടുത്ത ക്വസ്റ്റ്യൻ sin log x by x. അവിടെ ഒന്ന് ചിന്തിക്കുക. sin log x by x, ഇവിടെ sin log x by x എന്ന് പറഞ്ഞാൽ അത് sin log x into 1/x എന്നാണ്. sin log x into 1/x dx എന്നാണ്. 1/x dx. അപ്പോൾ ആലോചിക്കുക 1/x ഏതിൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്ന് ആലോചിക്കുക. 1/x log xന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? പുട്ട് log x = u. log x = u എന്ന് കൊടുക്കുമ്പോൾ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ log xന്റെ ഡെറിവേറ്റീവ് ആണ് 1/x. അപ്പോൾ 1/x dx = du എന്നാവും. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം sin log x വരെ u എന്ന് കൊടുക്കാം. അപ്പോൾ ഇന്റഗ്രൽ sin u എന്നായി. 1/x dx ന് du എന്ന് കൊടുക്കാം. അപ്പോൾ ഇന്റഗ്രൽ sin u du. ഇന്റഗ്രൽ ഓഫ് sin x മൈനസ് cos x ആണ്. അപ്പോൾ ഇന്റഗ്രൽ sin u du അത് മൈനസ് cos u ആണ്. പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c. ആ യുവിന് പകരം വാല്യൂ കൊടുക്കുന്നു log x മൈനസ് കോസ് log x പ്ലസ് c. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ചെയ്ത രീതി, ആ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഒരു രീതി മനസ്സിലാക്കുക. എന്താണ് രീതി? നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, log x ന് u എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ ചെയ്തത് ഡിഫറൻഷ്യൽ എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? 1/x dx എന്ന് കിട്ടുന്നു. ഇതാണ് അതിൻ്റെ രീതി. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഡിഫറൻഷ്യൽ എടുത്തപ്പോൾ 1/x dx, ആ 1/x dx ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ഉപയോഗിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം cos 2 + 5 log x by x dx. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ cos 2 + 5 log x by x. അതിനെ നമുക്ക് ഇങ്ങനെ ആക്കാമല്ലോ. ഇന്റഗ്രൽ cos 2 + 5 log x, ഈ ബൈ എക്സ് എന്നുള്ളതിന് ഇൻറ്റു 1/x എന്ന് എഴുതാൻ പറ്റും. ഇൻറ്റു 1/x dx എന്ന് എഴുതാൻ സാധിക്കും. ഇനി ആലോചിക്കുക, 1/x dx ആണ് വരേണ്ടത്. 1/x dx വരണം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക 1/x log xന്റെ ഡെറിവേറ്റീവ് ആണല്ലോ. അപ്പോൾ log xന് u എന്ന് കൊടുത്താൽ മതിയല്ലോ. യുന്നോ ടീന്നോ ഒക്കെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇതുവരെ u എന്ന് എഴുതി, ഇപ്പോൾ ടി എന്ന് എഴുതി, അതൊന്നും പ്രശ്നമില്ല. യുന്നോ ടീന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ log xന് നമ്മൾ ടി എന്ന് കൊടുത്താൽ മതിയല്ലോ. log xന് ടി എന്ന് കൊടുത്താൽ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ 1/x dx കിട്ടുമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുക. പക്ഷെ ഒന്നും കൂടി ശ്രദ്ധിക്കുക, അങ്ങനെ കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ ഈ പ്രോബ്ലം നോക്കിയേ, 2 + 5 log x ഇവിടെ കിടക്കുന്നു. അപ്പോൾ നമ്മൾ log xന് ടി എന്ന് കൊടുത്താൽ ഇവിടെ 2 + 5t എന്നല്ലേ ആവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യും? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ 2 + 5 log xന് ടി എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ 2 കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. പ്ലസ് 5 log x മീൻസ് കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ. അവിടെ എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കുന്നത്? കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്നല്ലേ. അപ്പോൾ 2ന്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് 5 ഇൻറ്റു log xന്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ 5 ഇൻറ്റു 1/x dx = dt എന്നാവും. അപ്പോൾ നമുക്ക് ഈ 5നെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ 1/x dx = dt/5 എന്നാവും. അപ്പോഴും നമുക്ക് 1/x dx കിട്ടുമല്ലോ. അപ്പോൾ 2 + 5 log xന് ടി എന്ന് കൊടുത്താലും നമുക്ക് 1/x dx എന്ന് കിട്ടും അല്ലേ. ഡിഫറൻഷ്യൽ എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 1/x dx എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഏതാണ് സൗകര്യം? 2 + 5 log x അല്ലേ സൗകര്യം. log xന് ടി എന്ന് കൊടുക്കുന്നതിന് പകരം 2 + 5 log xന് ടി എന്ന് കൊടുക്കുന്നതാണല്ലോ കൂടുതൽ മെച്ചം. അതുകൊണ്ടാണ് നമ്മൾ അത് കൊടുത്തത്. 2 + 5 log x = t. അപ്പോൾ ഡിഫറൻഷ്യൽ എടുത്തപ്പോൾ 2ന്റെ 0 5 ഇൻറ്റു 1/x dx dt എന്ന് കിട്ടി. ഡിവൈഡ് ചെയ്തു. അപ്പോൾ 1/x dx = dt/5 എന്നായി. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഇന്റഗ്രൽ cos ഏതിന് പകരം t എന്നാണ് കൊടുത്തത്. അപ്പോൾ cos t ഈ 1/x dx dt/5. ഇന്റഗ്രൽ cos t dt/5. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്റഗ്രൽ ഓഫ് കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ വന്നാൽ കോൺസ്റ്റന്റ് പുറത്തെടുക്കാം. 1/5 പുറത്തെടുക്കുന്നു അല്ലേ. കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ വന്നാൽ ഇന്റഗ്രൽ എഴുതുന്നത് കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എന്നാ. അതുകൊണ്ടാണ് ഈ 1/5 ഇൻറ്റു ഇന്റഗ്രൽ cos t dt. ഇന്റഗ്രൽ cos t sin t ആണ്. അപ്പോൾ 1/5 ഇൻറ്റു sin t പ്ലസ് c, ദാറ്റ് ഈസ് 1/5 ഇൻറ്റു സൈൻ. ആ ടിക്ക് പകരം വാല്യൂ കൊടുക്കുന്നു. 2 + 5 log x എന്ന് കൊടുക്കുന്നു പ്ലസ് c. ഏതൊരു ഫംഗ്ഷൻ ഇന്റഗ്രൽ എഴുതുമ്പോൾ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആഡ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഇത്രയും കൊണ്ട് ഈ ഒരു ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനിയും സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് പ്രോബ്ലം കൊണ്ട് ചെയ്യാനുണ്ട്. അത് അടുത്ത ക്ലാസ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ.